ഹായ് ഗുഡ് മോർണിംഗ്. അങ്ങനെ 3 കൺട്രീസ് കഴിഞ്ഞ് ഞാനിതാ ഇപ്പോൾ ജർമ്മനിയിലാണുള്ളത്. അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ എത്തി. അപ്പോൾ ഇന്നിതാ നമ്മളിങ്ങനെ പോകാൻ നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ റൂമിലേക്ക് വന്നു. അപ്പോൾ 8:30 ആകുമ്പോഴത്തേക്ക്, ഇപ്പോൾ 8:20 8:30 ആകുമ്പോഴത്തേക്കും വണ്ടി വരും. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു ധൃതിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകണം, താഴേക്ക് പോകണം. ഇന്നിപ്പം ജർമ്മനിയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇന്ന് വ്ളോഗിലൂടെ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ നമ്മൾ നെതർലൻഡ്സിലായിരുന്നു. ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തു, ഒക്കെ സെറ്റാക്കി. ഞാനിപ്പോൾ ഇത് ഇടാൻ നോക്കുമ്പം അപ്പോഴാണ് ഗാലറിയിൽ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയത് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അപ്പം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അറിയാണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ആംസ്റ്റർഡാമിലെയും ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് ഞാനിപ്പോൾ തന്നെ ഉള്ളത്. ഞാനിപ്പോൾ ഇടാൻ വേണ്ടി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പോഴാണ് ആ വീഡിയോ മിസ്സായിപ്പോയത്. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇന്നലെ അത്രയും നല്ല സ്ഥലത്തും ഓരോ ഭാഗത്തും ഒക്കെ വീഡിയോ എല്ലാം സെറ്റായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പക്ഷെ സാരമില്ല, ഇനി അടുത്ത വീഡിയോ ആയിട്ട്. അപ്പം ഡേ 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗ് എനിക്ക് ഇടാൻ പറ്റാത്തൊരു ഭയങ്കര സങ്കടം. കുഴപ്പമില്ല, ഇനി ഞാൻ ശ്രദ്ധിക്കും. എന്തായാലും ശ്രദ്ധിക്കാനൊരു കാരണമായി. അപ്പോൾ എന്തായാലും ഇനി ശ്രദ്ധിച്ചിട്ട് നോക്കി കണ്ടിട്ടേ ഞാൻ ഡിലീറ്റ് ചെയ്യുള്ളൂ. നല്ലോണം ശ്രദ്ധിച്ചിട്ടേ ഞാൻ ഡിലീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു ആ ഒരു വ്ളോഗ്. ഇപ്പം ഞാൻ എടുക്കുന്ന ഓരോ വ്ളോഗും എനിക്കിങ്ങനെ നിങ്ങൾ കണ്ട് ആ അഭിപ്രായം കേൾക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലത്തെ ആ വ്ളോഗ് മിസ്സായിപ്പോയി. ഇറ്റ്സ് ഓക്കെ, സാരില്ല. അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പാസ്റ്റ് ഇസ് പാസ്റ്റ്. അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓരോ വീഡിയോയും ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഇതാ ഈ ഹോട്ടലിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. ഇന്നത്തെ നൈറ്റ് നമ്മൾ ജർമ്മനി തന്നെയാണ്. പക്ഷേ ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ രണ്ടും വേറെ വേറെയാണ്. നമ്മളിതാ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഓരോ സ്ഥലം കണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഇന്ന് വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് പോകും. ഇവിടുത്തെ ജർമ്മനിയിലെ തന്നെ മെയിൻ പള്ളികളിലും ഏറ്റവും വലിയ പള്ളി ഇതാണ്. 20,000 ടൂറിസ്റ്റുകളാണ് ഒരു ദിവസം വരുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഇത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ജർമ്മനിയിലെ. ഇതിന്റെ അടുത്ത് തന്നെയാണ് റൈൻ നദി. നമ്മൾ ഇതിന്റെ പക്ഷെ ഉത്ഭവം നമ്മൾ കാണില്ല. എന്നാലും അവിടേക്കാണ് പോകുന്നത്, സ്വിറ്റ്സർലാൻഡ്. ഇന്നല്ല, നാളെ. ഇവിടുത്തെ മെയിൻ നദികളിൽ ഒരു നദിയാണ് റൈൻ നദിയും, പിന്നെ ഒരു മെയിൻ നദിയാണ് മെയിൻ നദിയും. അതെ, നേരത്തെ ബസ്സൊന്ന് ദൂരേന്ന് കാണിച്ച ആ പള്ളിയുടെ തൊട്ട് മുന്നിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ പള്ളി. ഇത്രയും വലിയ പള്ളി ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത്. നമ്മൾ ആ പള്ളീൻ്റെ അങ്ങോട്ടേക്ക് പോവുക. ഈ സ്ഥലത്തിന്റെ പേരാണ് കൊളോൺ. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം. ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ വ്യൂവും നമുക്ക് കിട്ടും. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, നല്ല രസം ഉണ്ടാവും ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ. അപ്പോൾ ചേട്ടൻ ഇതാ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി അതിൻ്റെ ബാക്ക് പോകുന്നുണ്ട്. അമ്മ ഇതാ പള്ളീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതൊരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പൂർത്തിയാക്കിയ ലോകം അവസാനിക്കും എന്നാണ് വിശ്വാസം. പള്ളിയുടെ മുന്നിലുണ്ട് എല്ലാരും ഹായ് പറ. എല്ലാരും ഭയങ്കര എനർജറ്റിക് ആണ്. നമ്മൾ പള്ളീൻ്റെ അകത്തേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ട് ഒരു ഫ്രീ ടൈം തരാമെന്ന് പറഞ്ഞു. അപ്പം ഒരു എത്ര സമയമുണ്ട്. അപ്പം അതിനുള്ളിൽ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കണ്ട് എല്ലാ സ്ഥലത്തും കണ്ടിങ്ങനെ വരണം. ഇതാ നമ്മുടെ കൂട്ടത്തിലെ എനർജറ്റിക് ആയിട്ടുള്ള 2 പേരാണിത്. നമ്മളിതാ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവാല്ലേ? ഓ, എന്റെ വ്ളോഗിന്റെ ഫാൻസാണ്. അപ്പൊ ഇനി പള്ളിന്റെ അകത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് സാധിക്കുന്നത്. ഓക്കെ, ഇനി പള്ളീൻ്റെ അകത്തുനിന്ന് കാണാം. അത്രയ്ക്കും അടിപൊളി പള്ളിയാണത്. ആ ഒരു ഉള്ളിലത്തെ ആ ഒരു വ്യൂവും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ കയറിയപ്പോൾ. ഇത് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഒരു ബ്രൈഡ് അതാ പോണ. ബ്രൈഡും ബ്രൈഡ്സ് മെയ്ഡ്സും ഫ്ലവേഴ്സ് എല്ലാം വിളിച്ച് അതാ നല്ല ഭംഗിയുണ്ട്. എന്തൊരു സിമ്പിൾ. ഇങ്ങനെ വേണം ഓരോ കല്യാണം.
അതാ ആ നടുവിലുള്ളതാണ് ആ ബ്രൈഡ്. അതാ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഉണ്ട് ബാക്കിൽ. അതാ ഇവരൊക്കെ അവരെ വീട്ടുകാരും തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ജർമ്മനിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ചയും കാണാൻ പറ്റും ഞങ്ങൾക്ക്. അപ്പൊ അതിന്റെ ഡിസ്കഷനാണ് എല്ലാവരും. എല്ലാരും അതും പറഞ്ഞു നമ്മളിതാ തിരിച്ച് ബസ്സിലേക്ക് തന്നെ കയറി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇപ്പോൾ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലഞ്ച് കഴിക്കുന്ന സ്ഥലത്തേക്കാണ് പോകണം. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, ഒരു ചെട്ടിനാട് പറഞ്ഞ ഒരു ഹോട്ടൽ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഹോട്ടൽ വരുന്നത്. നമ്മളിതാ ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് നേരമേ ഉള്ളൂ നടക്കാൻ. ഇനി ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവും. ഹോട്ടലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എല്ലാവരും വരിവരായിട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. ബാക്കിൽ നോക്കിയാൽ കാണാം, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഹോട്ടൽ ഇപ്പം എത്താറായി. അതാ കാണിച്ചുതരാം. ഇതാ അഞ്ചപ്പർ ചെട്ടിനാട് ഇന്ത്യൻ കിച്ചൺ ആൻഡ് ബാർ. മഴ പെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും കുടയൊക്കെ പിടിച്ച് നടക്കുക. ഞാൻ റെയിൻ കോട്ട് എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പോൾ കുറച്ച് തണുപ്പുന്ന ഒരു കുറവുണ്ട്. അത് അവരെ നോക്ക്, അവരെല്ലാവരും കുടയും പിടിച്ചിട്ട് ഒരു ബാധിതനെ പോലെ കുടയും പിടിച്ച് നടക്കുക. പക്ഷേ ഞാൻ ഫ്രീയാ, എനിക്ക് കോട്ട് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്. Okay, bye. See you in India. Yes, see you in India. Take care. What is it now? You got the rainy season now. What is it? Yeah, it's raining there. Raining. Yeah. So You have an umbrella. bye bye. Bye-bye. Thanks so Thank much. you. Namaste. Thanks so much. നമ്മൾ ഇവിടുത്തെ ഗൈഡാണത്. നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെ ഏറ്റവും വലിയ ചേർച്ച് പോയി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അവിടുന്ന് നമ്മളെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൈഡാണത്. അപ്പം ഇവർ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ അവർക്ക് 86 വയസ്സായി. എന്നിട്ടാണ് അവർ ഇങ്ങനെ ഫുൾ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് ഇപ്പോഴും ഇങ്ങനെ ഗൈഡായിട്ട് ഓരോരുത്തർക്കും ഓരോ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നല്ല കമ്പനിയാണ്. അപ്പോൾ അവർ പറയുകയാണ് എന്നാൽ നമസ്തേ, അതൊക്കെ അറിയാം അവർക്ക്. നമസ്തേ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ബായ് എല്ലാം പറഞ്ഞു. ഭയങ്കര സ്വീറ്റാണ്. നമ്മളിതാ ചേർച്ചിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ സിറ്റി വാക്ക് പോലെയാണ്. നമ്മളിങ്ങനെ കുറേ കിലോമീറ്ററുകളോളം നടക്കുകയാണ്. ഇതാണ് അയോൺ ഫുഡ് ബ്രിഡ്ജ്, ഐസ്നസ് ടാഗ് എന്ന് പറയും. പിന്നെ ഇതാ ലവേഴ്സ് ലോക്ക് ബ്രിഡ്ജ് എന്നും പറയും. അതായത് ഓരോ കപ്പിൾസ് വന്നിട്ട് ഇവിടെ ലോക്കിട്ട് പൂട്ടി വെക്കും. ഇതൊക്കെ ഇവിടുത്തെ ഒരു വിശ്വാസം. പിന്നെ അപ്പുറത്ത് ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഒരു ഡിസ്ട്രിക്റ്റ്, ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് വേറൊരു ഡിസ്ട്രിക്റ്റ്. അപ്പം അതിൻ്റെ ആകെയുള്ളൊരു പോകാനുള്ളൊരു വഴി ഈ ബ്രിഡ്ജാണ്. ഒരു കപ്പിൾ ഇതാ ലോക്കും വാങ്ങി വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എഴുതുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പൂട്ടുക. 2 പൂട്ട് താക്കോലുണ്ടാവും. ഒരു താക്കോല് നമ്മുടെ കയ്യിൽ വെക്കുക, ഒരു താക്കോൽ എടുത്തിട്ട് മെയിൻ റിവറിലേക്ക്. ഒന്ന് നമ്മുടെ കയ്യിൽ വെക്കും, ഒന്ന് നമ്മൾ എറിയും. ലോക്ക് ഇട്ടോ, ഇതാ താക്കോല്. എറിയാണേ. ഒരു കയ്യിൽ നമ്മുടെ കയ്യിലുണ്ട്. ഒരു കയ്യിലല്ല, ഒരു കീ. ഇത് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഒരു സെൻറ്റർ പ്ലേസ് ആണ്. ഒരു ഷോപ്പിംഗ് ഏരിയ ഒക്കെ പോലെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. പല ഷോപ്സൊക്കെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പള്ളിയിലൊക്കെ കല്യാണം അങ്ങനത്തെയൊക്കെ നടക്കാറുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. നമുക്കിപ്പം കുറച്ച് സമയം തന്നിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് റോം ചെയ്യാനും അങ്ങനെ കുറച്ച് സമയം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകണത്. ഇപ്പം ഓരോരുത്തർ ഓരോ ഷോപ്പിലേക്കൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്
പോയതാണ്. ഇവിടെ മെയിനായിട്ട് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്, സോവനീർ അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഓരോ സൈഡിലിങ്ങനെ കാണാം ഓരോരുത്തർ ഇങ്ങനെ എന്താ പറയുക ഓരോ, ഞാൻ ദൂരെ നിന്ന് കാണിച്ചു തരാം. ഇതാ അവിടെ അത് കണ്ടോ, ഇങ്ങനെയൊക്കെ നിന്ന് അവരെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഈ സ്ട്രീറ്റിലൂടെ തന്നെ ഓരോന്നൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എല്ലാവരും നമ്മളിങ്ങനെ നോക്കി ചിരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഹായ് ഒക്കെ പറയും. ആ ഒരു നല്ല രസമാണ്. നമ്മൾ ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോഴത്തേക്കും ഒരാളിങ്ങനെ ഹായ് പറയുന്നത്, അതൊക്കെ അവരുടെ കൾച്ചർ. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇനി മെയിനായിട്ട് അധികം സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല. ഇതേപോലെ സിറ്റി വാക്കും ഇങ്ങനത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അധികം കാണിക്കാൻ മാത്രമൊന്നുമില്ല. ഇന്ന് മെയിനായിട്ട് നമ്മളെ ഫ്രാങ്ക്ഫർട്ട് സ്ഥലത്തും പിന്നെ പേര് മറന്നു, ജർമ്മനിയിലെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ജർമ്മനി, അതിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്തു. മെയിനായിട്ട് സിറ്റി വാക്ക് തന്നെ. ഇനി നമ്മൾ നാളെ ആയിരിക്കും അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വേറൊരു ഹോട്ടലിലാണ് സ്റ്റേ വരുന്നത്. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും പോവാം. ഇവിടുത്തെ വെളിച്ചം നമുക്ക് നോക്കണ്ട, നല്ല ലേറ്റ് ആയിട്ടുണ്ട് സമയം. ഒരു 5 മണി ആ റേഞ്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതായത് വീഡിയോ കാണുക, അഭിപ്രായം പറയുക, അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക വീഡിയോ, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞാൻ പോവാണ്. ബൈ.